നമുക്ക് ഒരു കഥ കേൾക്കാം. പണ്ട് പണ്ട് ഒരു വലിയ കാട്ടിൽ ആ കാടിനെ വിറപ്പിച്ചിരുന്ന ഒരു സിംഹരാജൻ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഗമയൊക്കെ ഉണ്ടെങ്കിലും അവൻ വലിയൊരു ദുഷ്ടനായിരുന്നു. തൻ്റെ വിശപ്പടക്കാൻ കാട്ടിലെ മൃഗങ്ങളെയെല്ലാം അവൻ വേട്ടയാടി കൊന്നൊടുക്കി. ഒടുവിൽ മൃഗങ്ങൾ ഒരു തീരുമാനമെടുത്തു. ദിവസവും ഓരോ മൃഗം വീതം സിംഹത്തിന് ഭക്ഷണമായി പോകണം. അഹങ്കാരിയായ സിംഹം അത് സമ്മതിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നമ്മുടെ ബുദ്ധിമാനായ മുയലിൻ്റെ ഊഴമെത്തി. മുയൽ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണം. അവൻ സാവധാനം പതുക്കെ പതുക്കെ നടന്ന് സിംഹത്തിൻ്റെ അടുത്തെത്തി. സിംഹം അലറി, എന്താടാ ഇത്ര വൈകിയത്? മുയൽ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, അയ്യോ രാജാവേ, ഞാൻ വരുന്ന വഴിയിൽ മറ്റൊരു വലിയ സിംഹത്തെ കണ്ടു. അവനാണ് ഈ കാട്ടിലെ രാജാവെന്ന് അവൻ പറയുന്നു. മറ്റൊരു സിംഹമുണ്ടെന്ന് കേട്ടപ്പോൾ നമ്മുടെ സിംഹത്തിന് ദേഷ്യം അടക്കാനായില്ല. അവൻ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ എനിക്ക് കാണിച്ചു തരൂ. മുയൽ സിംഹത്തെ ഒരു വലിയ കിണറിനരികിലേക്ക് കൊണ്ടുപോയി. മുയൽ പറഞ്ഞു, രാജാവേ, അവൻ ഇതിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. സിംഹം കിണറ്റിലേക്ക് നോക്കി. സ്വന്തം നിഴൽ കണ്ട സിംഹം അലറി. കിണറ്റിൽ നിന്ന് തൻ്റെ അലർച്ചയുടെ പ്രതിധ്വനി കേട്ടപ്പോൾ മറ്റൊരു സിംഹമാണെന്ന് കരുതി കിണറ്റിലേക്ക് ഒറ്റ ചാട്ടം. അതോടെ അഹങ്കാരിയായ സിംഹത്തിൻ്റെ കഥ കഴിഞ്ഞു. നമ്മുടെ ബുദ്ധിമാനായ മുയൽ സന്തോഷത്തോടെ കാട്ടിലേക്ക് പോയി. ഗുണപാഠം: വലുപ്പത്തേക്കാളും ശക്തിയേക്കാളും വലുത് ബുദ്ധിയാണ്.